വീട്ടിലെ രുചിയിലെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാടൻ കറികളും നോൺ വെജ് ഐറ്റംസുകളെല്ലാം കഴിഞ്ഞ വീഡിയോസുകളിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റെസിപ്പീസ് എല്ലാം. അപ്പോൾ ഇന്നൊരു വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പിസ്സ സോസ് ആണ്. അപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഒരു ഹോം മെയ്ഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് പിസ്സ സോസാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ സോസിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. അത് ആദ്യമായിട്ട് നമ്മൾ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ക്രോസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ കുക്കറിൽ ഇത് വേവിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ തൊലി കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ എരിവിന് വേണ്ടി 2 തരം മുളകുണ്ട്. ആദ്യമായിട്ട് 5 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിരിക്കുവാണ് അത്. ഇനി മെയിൻ എരിവിന് വേണ്ടിയുള്ള ഉണക്കമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇതൊരു 10 വെളുത്തുള്ളി ഉണ്ട്, അപ്പോൾ അതിൻ്റെ സൈസ് നോക്കി നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക. ഇനി 2 മീഡിയം സൈസ് സവാള ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് വേവിക്കാൻ ആവശ്യത്തിനുള്ള 1/2 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ പോവുകയാണ്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ, അതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ എരിവിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു മുഴുവനായിട്ടുള്ള മുളക് നമുക്ക് വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് 2ാമത്തെ സ്റ്റെപ്പിൽ കാശ്മീരി ചില്ലി പൗഡറോ നമ്മുടെ കയ്യിലുള്ള ചില്ലി പൗഡറോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അങ്ങനെ 2 വിസിൽ കേട്ടു, അതിൻ്റെ ഗ്യാസെല്ലാം പോയി. നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് തന്നെ വെന്തിരിക്കുവാണ്. അതിൻ്റെ സ്കിന്നെല്ലാം ആ ഒരു ക്രോസ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പിളർന്നിരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്കിന്ന് പീൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കുള്ളൂ ഈ ഒരു സ്റ്റേജിൽ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പേസ്റ്റല്ല, എന്നാൽ അത്യാവശ്യം പേസ്റ്റായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ അതിലോട്ട് മാറ്റിയിട്ട് ഈ വെള്ളം മാറ്റി വെച്ചിരിക്കുവാണ്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, അത് ഞാൻ മാറ്റുവാണ്. ഇനി നമുക്ക് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയല്ല, ഏതെങ്കിലും ഫ്ലേവർ സ്മെല്ലില്ലാത്ത എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞു. ആ ഒരു പേസ്റ്റ് നമ്മൾ ആ ഒരു ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് മാറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് നമ്മൾ അവസാനം കാണാൻ പറ്റും, ഒരുപാട് കട്ടയാക്കി എടുക്കണ്ട, ഒരു മയത്തിൽ എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിനിടക്ക് നമുക്ക് ഒറിഗാനോ ആണ് ഈ കാണുന്നത്, ഇറ്റാലിയൻ ഹെർബ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും തന്നെ നമുക്കിതിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തായാലും പിസ്സ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും ഒരിച്ചിരിക്കോളം പഞ്ചസാരയും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഇതിന് ശേഷം പിസ്സയും ഉണ്ടാക്കുന്നുണ്ട്, അതും എല്ലാവരും പരീക്ഷിക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അതേപോലെ ആ മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണിത്, ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ആഡ് ചെയ്യണ സമയത്ത് ഇതിൻ്റെ പുളിയും ഉപ്പൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക. ആ ഒരു പുളി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ആ ഒരു ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുളി കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വിനെഗർ, വൈറ്റ് വിനെഗർ, നമ്മൾ വീട്ടിലുള്ള വിനെഗർ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനിപ്പോൾ നമ്മുടെ തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 7 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റെല്ലാം കുറഞ്ഞ് അതിൻ്റെ ആ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും. ഇതിൽ കൂടുതൽ നമ്മൾ ഇതാക്കരുത്, ഇരിക്കും തോറും അതൊരു ഇച്ചിരിയും കൂടി ഒന്ന് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോം. അപ്പോൾ ഇനി നമുക്കിത് സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ ടൈറ്റായിട്ടുള്ള എയർ കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇപ്പം തന്നെ പിസ്സ ഉണ്ടാക്കാൻ പോകും കേട്ടോ, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് ബൗളിൽ ഞാനിതൊന്ന് മാറ്റുവാണ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ പിസ്സയാണ്, എല്ലാവരും കാണണം. ഈ പിസ്സ സോസ് വെച്ച് തന്നെ ഞാൻ പിസ്സ ഉണ്ടാക്കുവാണ്, അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.